വ്യാപാരി വ്യവസായി സമിതിയുടെ വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് 24-ന് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കരുനാഗപ്പള്ളി ചവറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിലുള്ള വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്കാണ് 24-ന് ഉച്ചയ്ക്ക് 12-ന് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകുന്നത്. വ്യാപാര രംഗത്ത് കുത്തകകൾ മാത്രം നിലനിന്നാൽ മതിയെന്ന നയം തിരുത്തുക, ചെറുകിട വ്യാപാര മേഖല നേരിടുന്ന തകർച്ചയ്ക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ നടത്തുന്നത്. സംസ്ഥാന സെക്രട്ടറി ES ബിജുവാണ് ജാഥ ക്യാപ്റ്റൻ. കരുനാഗപ്പള്ളി ചവറ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തുന്നത്. കടന്നുവന്ന ഒരു ജില്ലയിലും ഇല്ലാത്ത വ്യത്യസ്തമായ ഒരു നിലപാടാണ്. അതുമായി ബന്ധപ്പെട്ട് വ്യാപാരിക്ക് ഗുണപ്പെടുന്ന ആയാലും കൂടാണ് നമ്മൾ കരുനാഗപ്പള്ളിയും ചവറയും ഏരിയ കമ്മിറ്റി, 2 ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സ്വീകരണ പരിപാടി ആലോചിച്ചിരിക്കുന്നത്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയും ചവറ ഏരിയ കമ്മിറ്റിയും കൂടെ സംയുക്തമായ നിലയിലാണ് ഈ സ്വീകരണം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സ്വീകരണം വിജയിപ്പിക്കാൻ ആവശ്യമായ നിലയിൽ 1000-ഓളം വ്യാപാരികളെ സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ അതിന്റെ ഒരു മുന്നൊരുക്കങ്ങളും പ്രവർത്തനങ്ങളും. ഈ ജാഥ കരുനാഗപ്പള്ളിയിൽ എത്തുമ്പോൾ പ്രമുഖമായ വ്യാപാരികളുടെ സംഘടനകളിൽ നിന്നും അതിന്റെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ലീഡർഷിപ്പുകളിൽ ഇരിക്കുന്ന പലരും ഈ സംഘടനയുടെ ഭാഗമായി സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും പതാക കൈമാറി ഈ സംഘടനയിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. ഉച്ചയ്ക്ക് 2-ന് കരുനാഗപ്പള്ളി റെസ്റ്റ് ഹൌസിൽ ജാഥ ക്യാപ്റ്റൻ വ്യാപാരികളുമായി സംവാദം നടത്തും. വിവിധ സംഘടനകളിൽ നിന്ന് വ്യാപാരി വ്യവസായി സമിതിയിൽ ചേർന്ന പ്രവർത്തകർക്ക് ജാഥാ കേന്ദ്രത്തിൽ വെച്ച് സ്വീകരണം നൽകുമെന്നും സംഘാടക സമിതി ചെയർമാൻ R സന്തോഷ്, കൺവീനർ MS അരുൺ, അബ്ദുൾ ലത്തീഫ്, G ഷൺമുഖൻ, ഷാനവാസ് ബഷീർ, V ശിവൻകുട്ടി എന്നിവർ അറിയിച്ചു. ഈ വികസനവുമായി ബന്ധപ്പെട്ട് മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ട ഒരവസ്ഥയിലേക്ക് ഇന്ന് മാറിക്കൊണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പൊടിപടലങ്ങൾ കൊണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ നിറയും. ഏതെങ്കിലും ഒരു വാഹനം ഒരു വ്യാപാര സ്ഥാപനത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല. വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.